കർത്താവിനാൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നാം ഏവരും ഇവിടെ ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രിൻസിൻ്റെയും പ്രജിത്തിൻ്റെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാമോദീസയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് പരിശുദ്ധ കുർബാനയോടുകൂടിയാണ് നാം ആരംഭിക്കുക. നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ കുടുംബം ഇവർക്ക് വേണ്ടിയിട്ടും നമ്മുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടും തമ്പുരാൻ്റെ സന്നിധിയിൽ ഈ പരിശുദ്ധ കുർബാന നമുക്ക് സമർപ്പിക്കാം. നിങ്ങളെ ഓരോരുത്തരും സംഗീത മൈക്കിൻ്റെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നവർ, മറ്റെല്ലാവരെയും സ്നേഹത്തോടുകൂടി ക്യാമറ എല്ലാവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും ഈ രണ്ട് കുടുംബങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, ജീവപ്രദമായ പരിശുദ്ധ ബലി സഭയ്ക്ക് മുഴുവനും വേണ്ടി അർപ്പിക്കുന്നതിന് ഞാൻ യോഗ്യനാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങയോടുകൂടെ ഞങ്ങളെ സമർപ്പിക്കുകയും ചെയ്യട്ടെ. No
രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ായി മരിച്ചു കരുണമേ നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കുന്ന നിൽക്കണമവർ മനഭാഗ്യത്തിൽ. ദുഃഖറുന്നോത്തു ബലഹാദി ദമഹൈനി നീക്കാൻ ഭഗരോ കാദിശോസ്തി ദുമുഖഹായോ വൻകൂമുന്നൻ യാമീയോ കർത്താവേ, നിന്നെ പ്രസവിച്ചു മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വപ്രാരംഭമില്ലാത്തവനും നിന്റെ കൃപയാലും അശ്വരകളുടെ ജീവനും രക്ഷിക്കും വേണ്ടി വിശുദ്ധിയും മഹത്വവും അടക്കമുള്ള ദൈവമാതാവായ ഹീനമുള്ളാതെ മനുഷ്യനായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽപ്പെടുകയും ചെയ്തവനായി സൂര്യപിതാവിന്റെ പുത്രനും വചനവും രാജാവുമായ ഞങ്ങളുടെ കർത്താവേ, നിന്നെ ഞാൻ പുകഴ്ത്തും. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധാത്മാവിനും പിതാവിനോടും ജീവനുള്ള വിശുദ്ധാത്മാരോടും കൂടെ ഒന്നുപോലെ വധിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നതുമായ ഞങ്ങളുടെ വിശുദ്ധാത്മാവിനെ ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. വേറൊരു
പരക്കുന്നു. ദൈവത്തിനുപദേശത്തിൽ സ്ഥിരമായി നിൽക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും പാറിക്കുമോ. ശ്ലീഹായുടെ സ്തുതി, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സഹോദരരെ, സമയങ്ങളെയും കാലങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ എഴുതേണ്ടതില്ല. കാരണം രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിൻ്റെ ദിനം വരുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. സമാധാനവും ഭദ്രതയും എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവവേദന ഉണ്ടാകുന്നത് പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിപതിക്കും. അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയില്ല. എന്നാൽ സഹോദരരെ, ആ ദിവസം കള്ളൻ എന്ന പോലെ നിങ്ങളെ അപ്രതീക്ഷിതമായി പിടികൂടാൻ ഇടയാകത്തക്ക വിധം നിങ്ങൾ അന്ധകാരത്തിലല്ല കഴിയുന്നത്. നിങ്ങളെല്ലാവരും പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും പുത്രന്മാരാണ്. നമ്മളെല്ലാവരും തന്നെ രാത്രിയുടേതയോ അന്ധകാരത്തിൻ്റെയോ മക്കളല്ല. അതിനാൽ മറ്റുള്ളവരെ പോലെ ഇറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം. പാറിക്കുമോ. കർത്തനെ സ്തുതി മദ്ബഹാമുമ്പിൽ. ബാരക്കുമോർ. നമ്മുടെ ഭാഗ്യ വായിക്കപ്പെടുന്ന കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവമായ കർത്താവ് അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. വന്നവനും വരുവാനുള്ളവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായ സ്തുതികളും നാം എല്ലാവരും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹായുടെ ലോകവാസകാലത്ത് ഇവ ഇപ്രകാരം പഠിപ്പിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശു തമ്പുരാൻ ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്നു പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക. അവൻ അരുളി ചെയ്തു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ: പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ. അന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. കർത്താവിലേറ്റവും സ്നേഹമുള്ളവരെ, നാം ഓരോരുത്തരും, പ്രത്യേകിച്ച് ഇവിടെ നാനാജാതി മതസ്ഥരാണ് ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുക.
നാം ഓരോരുത്തരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഈ 2 കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിൽ പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന്. പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന എന്നത്, സംഭാഷണം എന്നത് പ്രത്യേകിച്ച് ദൈവവുമായിട്ടുള്ള സംഭാഷണമായതുകൊണ്ട് ഇതെങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ നമ്മുടേതായ നെടുവീർപ്പുകൾ, സങ്കടങ്ങൾ, പേടി, പ്രലോഭനങ്ങൾ, ഉത്കണ്ഠകൾ ഒക്കെ കർത്താവിനോട് പറയും. ഒരുപക്ഷെ നമ്മളൊരു പ്രൊട്ടക്ഷന് വേണ്ടി, ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുക. അതിനുമപ്പുറം പ്രാർത്ഥന എന്നത് ഇറ്റ്സ് എ ടോക്ക് ഇൻ ബിറ്റ്വീൻ ദോസ് ഹു ആർ ഇൻ ലവ്. 2 സ്നേഹിക്കുന്നവരുടെ ഇടയിലുള്ള അവരുടെ ആഴം, സ്നേഹത്തിൻ്റെ ആഴം വീണ്ടും വീണ്ടും കണ്ടുപിടിക്കുന്നതിൻ്റെ സംഭാഷണമാണ് പ്രാർത്ഥന. അതിൽ വാക്കുകൾക്ക് വലിയ പ്രസക്തിയില്ല. കാരണം ഇങ്ങനെ സ്നേഹത്തിലായിരിക്കുമ്പോൾ, പ്രണയത്തിലായിരിക്കുമ്പോൾ, അഗാധമായ സ്നേഹത്തിലായിരിക്കുമ്പോൾ വാക്കുകൾക്കുപരിയായിട്ട് ഒരുപക്ഷെ മൗനമാണ് സംസാരിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ ആത്മീയ ആചാര്യന്മാർ, ഭാരതത്തിൻ്റെ ഋഷിവര്യന്മാർ അഗാധമായ മൗനത്തിൽ, ധ്യാനത്തിലിരുന്ന് പ്രാർത്ഥിച്ചത്. സ്നേഹമുള്ളവരെ, ഈ ഒരു അഗാധമായ ബന്ധത്തിലേക്ക്, ദൈവവുമായിട്ടുള്ള അഗാധമായ ബന്ധത്തിലേക്കാണ് നാം ഓരോരുത്തരും ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുക. ആ ഒരു ബന്ധത്തിലായിരിക്കുമ്പോൾ നാം ഓരോരുത്തരും ദൈവ മകനാണ്, മകളാണ് എന്ന ബോധ്യം വരും. ഞാൻ വെറുമൊരു മനുഷ്യനല്ല, വെറും ഏടനോ അല്ലെങ്കിൽ ഹേബയോ എന്നുള്ള വ്യക്തികളല്ല. അതിനുമപ്പുറം ഞാൻ ദൈവ പൈതലാണ്, ദൈവത്തിൻ്റെ സ്വന്തമാണ്, ദൈവത്തിൻ്റെ കുഞ്ഞാണ് എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാൻ സാധിക്കും. ഈ ബോധ്യമുണ്ടാകുമ്പോൾ, ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യമുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടും സംഭവിക്കുന്ന വസ്തുതകൾ, കാര്യങ്ങൾ നമ്മളെ തളർത്തുകയില്ല. ഇതിനെയൊക്കെ അതിജീവിക്കുന്നത് എങ്ങനെയാണ്? കർത്താവിൻ്റെ വലിയ സ്നേഹമാണ്. എന്നെ ശക്തനാക്കുന്ന എൻ്റെ ദൈവം കൂടെയുള്ളതിനാൽ എനിക്ക് മരണത്തിൻ്റെ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും എനിക്ക് പേടിയില്ല. എന്തുകൊണ്ടാണ്? ശക്തനായവൻ എൻ്റെ കൂടെയുണ്ട്. ഈ ശക്തനായവനെയാണ്, ആ ശക്തനായവൻ്റെ കൂടെ വസിക്കുവാനാണ് ഇന്ന് ഈ 2 കുഞ്ഞുങ്ങൾ ദേവാലയത്തിലേക്ക് അടുത്തു വരിക. അതിനെ സഹായിക്കുവാനാണ് നാം ഓരോരുത്തരും ഇന്ന് ഈ ദേവാലയത്തിലായിരിക്കുക. സ്നേഹമുള്ളവരെ, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ദൈവമേ, എത്ര സങ്കടങ്ങളുണ്ടായാലും, എത്ര ഉത്കണ്ഠകളുണ്ടായാലും, എത്ര പ്രലോഭനങ്ങളുണ്ടായാലും, വേദനകളുണ്ടായാലും, സങ്കടങ്ങൾ വന്നാലും, എത്ര സന്തോഷത്തിലായാലും നിന്നെ മറന്ന് ജീവിക്കുവാൻ എനിക്കിടയാകരുത് എന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമീൻ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ച് ഉണ്മയിലേക്ക് നയിച്ച ഉന്നതനും ശ്രേഷ്ഠനും, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിലയേറിയ രക്തത്താൽ ഞങ്ങളെ ഉദ്ധരിച്ച് പുത്രസ്ഥാനത്തേക്ക് ഉയർത്തിയ പ്രധാനാചാര്യനുമായ കർത്താവിന് സ്തുതി. ദൈവികമായ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങൾ ജീവനോടെ ഇരിക്കുന്ന നാളുകളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. ബഗുൽഹൂന്യവുമോ സ്വതുഹായേ കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുമ്പാകെയും ദിവ്യം സ്വർഗീയമായ സ്ത്രീസംഘം മുമ്പാകെയും ധൂപമർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എൻ്റെ അസംഖ്യമായ പാപങ്ങളും
നിന്നിൽ വിശ്വസിക്കുന്ന ഈ ജനം മുഴുവന്റെയും പാപങ്ങളും മായിച്ച് ഉത്തമനേതേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയുമായ പനിമഞ്ഞവരുടെ അസ്ഥികളിൽ തടുക്കണമേ. കർത്താവേ, മഹത്വത്തിൻ്റെ നാഥ മിശിഹാ തമ്പുരാനെ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനും ആകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് തിരുമരുളി ഞങ്ങളെ സഹായിക്കുവാൻ എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കി മായിച്ചു കളയണമേ. നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാനപ്രിയർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്വന്തം ആട്ടിൻകൂട്ടത്തിനു വേണ്ടി ബലിയായി തീർന്ന ഉത്തമേടേനെ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. ഭൂമിയിൽ നിന്നിപൂഴിയായ എന്നെ നിന്റെ ദൈവീക രഹസ്യങ്ങളുടെ നിവാസ സ്ഥലത്ത് പ്രവേശിക്കുവാൻ കാരുണ്യപൂർവ്വം നീ അർഹനാക്കി. നിന്റെ ശ്രേഷ്ഠതയുടെ മഹാവിശുദ്ധ സ്ഥലമായ മഹോന്നതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ ക്രോവേന്മാരുടെയും പരിശുദ്ധനെന്ന് നിന്നെ കീർത്തിക്കുന്ന ശ്രോപ്പേന്മാരുടെയും ഗണത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തതിനാൽ ദൈവമേ, നിനക്ക് ഞാൻ സ്തോത്രം സമർപ്പിക്കുന്നു. അഗ്നിമയമായ ഈ സ്ഥലത്ത് അഗ്നിജ്വാലയുടെ സിംഹാസനത്തിന് മുൻപാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിനു വേണ്ടി പാപപരിഹാരവും സൃഷ്ടിക്ക് മുഴുവനും വേണ്ടി മോചനവും ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ കർത്താവേ, ആവശ്യക്കാരുടെ മുമ്പിൽ സമർത്ഥമായ നിന്റെ ഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവകയിൽ ആടുകളിൽ നിന്റെ നന്മകൾ വർഷിക്കണമേ. കടക്കാരുടെ കടപ്പത്രം കീറിക്കളയണമേ. പാപികളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ തെറ്റുകൾ നീ പരിപൂർണമായി വിസ്മരിക്കണമേ. തെറ്റിപ്പോയവർ നീ മുഖാന്തരം തിരികെ വന്ന് നിന്റെ തിരുസന്നിധിയിൽ സമ്മേളിക്കുവാനിടയാക്കണമേ. കർത്താവേ, നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്ന ഈ പരിശുദ്ധ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു. ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാഴ്ചകളിൽ നിന്റെ പരിശുദ്ധ റൂഹ പ്രസാദിക്കണമേ. അവൻ ഇറങ്ങി വന്ന് ഇതിനെ ശുദ്ധീകരിക്കണമേ. കർത്താവേ, അധർമ്മങ്ങളിൽ നിന്ന് ഞങ്ങളെ വിമുക്തരാക്കി അനശ്വരമായ വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കണമേ. നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, ശുശ്രൂഷ കൈക്കൊള്ളുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും ഭാവിയുമായി ദാസൻ ഏറ്റുപറയുന്നു. കാദീശാബോ കാദീശോ. കാദീശ് ബ്രോ കാദീശോ. കാദീശ് റൂഹായോ കാദീശോ. അവൻ നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെ ആത്മാക്കളിലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും മനസ്സിലുവതോ നീ കരുണ ചെയ്തുകൊണ്ട്
പാപിയായ തന്റെ ദാസന്റെ ധൂപം ശുദ്ധീകരിച്ചു സ്വീകരിക്കുന്നവനാകുന്നു. ബറയ്ക്കുമോർ ദിവ്യനാനും ഉദ്ഘോഷിക്കപ്പെടുന്നു. നമ്മളെല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റുചൊല്ലണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സുരക്ഷിതനും ഹേതുവായവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധരൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധകന്യകാമറിയാമിൽ നിന്നും ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുമനസ്സാപ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകർത്താവുമായ യേശുമിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെ ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവ് നിറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിത്യന്മാരും മുഖാന്തരം സംസാരിച്ചതുമായി ജീവനും പരിശുദ്ധിയുമുള്ള ഏകരൂപായി കാതോലികവും സ്നേഹികവും ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മനുഷ്യരുടെ ഏർപ്പിലും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ബറയ്ക്കുമോർ സ്തോമൻ ഗാലോസ് വലിയവനും അനാദിന്യനുമായ ദൈവമേ, നീ ശാന്തിയും സമാധാനവും സ്നേഹവും കരുണയുടെ ഉറവിടവുമാകുന്നു. നിന്റെ പരിശുദ്ധ സഭയ്ക്ക് സമാധാനം നൽകുകയും ലോകത്തെ കാരുണ്യപൂർവ്വം സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. ബറയ്ക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധമായ ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ദൈവമേ, പരിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ ഈ ദാസർക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പരിശുദ്ധ ബലി മുഖാന്തരം അശുദ്ധമായ സകല വിചാരങ്ങളും ഞങ്ങൾ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കണമേ, ശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബറയ്ക്കുമോർ സഹോദരരെ, നാം എല്ലാവരും ഭൈരതയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വസ്തയോടെ നിന്ന് സമർപ്പിക്കുന്ന ദിവ്യവും പരിശുദ്ധമായ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള സകലത്തിൻ്റെ ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും വിനയവും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും
ഏകജാതനായ പുത്രതമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മിശിഹാതമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിലായിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടെ കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, വിശുദ്ധ മാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതികീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്ദനം പരിപാലിക്കുന്നവനായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ താൻ പാപികളായ നമുക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിന്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവാം ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ ശിഷ്യരായ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ഇത് എൻ്റെ ശരീരമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. വൽഹായേദലോലം വൽമീ. അപ്രകാരം അത്താഴത്തിനു ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ ശിഷ്യരായ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. വൽഹായേദലോലം വൽമീ. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ അനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നതുവരെ നിങ്ങൾ അനുസ്മരിക്കുകയും ചെയ്യുവീനെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയിർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു. നിന്റെ രണ്ടാമത്തെ വരവായി നോക്കി പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സഭരക്ഷാകരമായ നിന്റെ സകല ദൈവീക രഹസ്യങ്ങളെയും ഓരോരുവനും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം നൽകുന്ന നിന്റെ സംഭ്രമജനകമായ രണ്ടാമത്തെ വരവിനെയും അനുസ്മരിക്കുന്നു. ഇത് നിമിത്തം നിന്റെ സഭയും ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്നോടുകൂടെ നിന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ളതായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ഈ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു.
നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ, നീ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിസ്ഥിതിക സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടെ ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും പതിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിൻ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളേണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളേണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയലായിസോൻ, കുരിയലായിസോൻ, കുരിയലായിസോൻ. പരിശുദ്ധ റൂഹായി അപ്പത്തെ ആശീർവദിച്ച് ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. പരിശുദ്ധ റൂഹായി കാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. ഈ തിരുശരീര രക്തങ്ങൾ പങ്കുകൊള്ളുന്നതിനാൽ ഞങ്ങളുടെ ആത്മാക്കളും ശരീരങ്ങളും ശുദ്ധീകരിക്കപ്പെടുകയും ഞങ്ങൾ നിത്യജീവനെ യോഗ്യരാകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ലയോ പതിനാലാം മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലനും പിതാവുമായ മോറോൺമർ ബിസറിസ് ക്ലീമിസ് കാതോലിക്ക ബാബയ്ക്ക് വേണ്ടിയും ആബുൻമോർ പോളിക്കാർപ്പസ് മെത്രാപ്പൊലിത്തയ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളെ എല്ലാ എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും കശിഷന്മാർ ശമാശന്മാർ ദേരാർക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്ത്യ സഭ മുഴുവന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലിടയന്മാർക്ക് ആശ്വാസപൂർണമായ ജീവിതവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാരിക്കുമോർ വിശ്വാസിയും ക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കു വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ആരാധകരുടെ അപേക്ഷ താല്പര്യപൂർവ്വം കേട്ട് നിന്റെ സഭ നിനക്കർപ്പിക്കുന്ന ബലികളും ആദ്യഫലങ്ങളും സ്വീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികൾ സ്വീകരിക്കുന്നവരാകുന്നുവല്ലോ. ഹോശോ വബകുൽ ശിവാലവൽ മീ. ഭാരിക്കുമോർ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളെ ഭരണകർത്താക്കളെ സമാധാന ചിത്തരാക്കി തീർക്കണമേ. അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഹോശോ വബകുൽ ശിവാലവൽ മീ. ഭാരിക്കുമോർ ശുദ്ധമതി ഭാഗ്യവതി അനുഗ്രഹീതയും നിധികനികയും ദേവമാതാവായ മറിയാമിനെയും നമ്മുടെ പിതാവായ ഓർത്തോമസ്ലിഹായും നിബിന്മാർ സ്ലിഹന്മാർ പ്രസംഗത് ഏവെങ്കിലിസ്തന്മാർ സഹോദരന്മാർ മഹോദയന്മാർ എന്നിവരെ നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധരുടെ സംരക്ഷണയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അവരുടെ സംഘത്തിൽ ഞങ്ങളെയും ചേർക്കണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാരിക്കുമോർ നമ്മുടെ കുട്ടികൾ കുറ്റമില്ലാത്തതും ശ്ലൈഹികവും ഏകവുമായ സ്ഥിതിശാസ്ത്രത്തെ പാലിച്ച് നമുക്ക് ലഭിച്ചു തന്നിട്ടുള്ള സകല വിസ്തപിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാമാരെയും നാം ഓർമ്മിക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം.
പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിൽ ഞങ്ങളെയും നിലനിർത്തണമേ. പരിശുദ്ധാത്മ പ്രേരിതരായ അവർ പഠിപ്പിച്ച വിശ്വാസ സത്യങ്ങൾ ഞങ്ങളിൽ ഉറപ്പിക്കണമേ. അവരോട് ചേർന്ന് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാരക് മൂറ സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്ന് വേറിട്ട് പോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെയും ശ്രീജയത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് ചൊല്ലണം. കർത്താവേ, മരിച്ചുപോയ വിശ്വാസികളുടെ തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കരുത്. എന്തെന്നാൽ ശരീരികളായവരിൽ നിന്റെ ഏകപുത്രനല്ലാതെ പാപരഹിതനായി മറ്റാരുമില്ല. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടെ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ സകല മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോട് മനസ്സുകൂടാതെ അറിവോടും അറിവുകൂടാതെ തിരുമുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെയും അവരുടെയും പാപഭാരങ്ങൾ നീക്കി ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ നീ സദയം ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പുണ്യദാതാവും പാപവിമോചകനും ആയിരിക്കണമേ. സർവാദരണീയവും സംപൂജ്യവുമായ നിന്റെ പരിശുദ്ധനാമം ഞങ്ങളുടെ കർത്താവേ ശിഹായുടെയും നിന്റെ പരിശുദ്ധ റൂഹായുടെയും നാമത്തോടുകൂടെ ഞങ്ങളാലും ഞങ്ങൾ മുഖാന്തരവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. കാലകാലങ്ങളോളം സ്ഥിതി ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ കൃപ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. പുണയോ നേരിൻ വാതിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മുട്ടുന്നു ദാസനാദം ബാരക്കുമോ ബാരക്കുമോർ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കരുണയുള്ള പിതാവായ ദൈവമേ, വിനയപൂർവ്വം നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ വായ്കളും അതരങ്ങളും തുറന്നു തരണമേ.
ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ബുദ്ധിയെയും മനസ്സിനെയും നിർമ്മലമാക്കുകയും ചെയ്യണമേ. ഞങ്ങളിതാ പ്രാർത്ഥിച്ചു പറയുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതയിൽ നീ എപ്പോഴും നീ ഞങ്ങൾക്ക് സഹായം പിന്തുണയും പരീക്ഷകളിൽ സംരക്ഷകനും ഉദ്ധാരകനും ആയിരിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാരയ്ക്കുമോർ അർപ്പിക്കപ്പെട്ട വിസ്തരങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, അദൃശ്യമായ നിന്റെ വലതുകൈ നീട്ടി ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെ ഏകജാതന്റെ ശരീരത്തിലും രക്തത്തിലും വിശുദ്ധിയോടുകൂടി പങ്കെടുക്കുവാൻ തക്കവണ്ണം പാപത്തിന്റെ സകല പൈശാചിക ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കണമേ. അവൻ മുഖാന്തരവും അവനോടുകൂടെയും നിനക്കും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ും ഉണ്മയായതും ആദ്യവും അന്ത്യവുമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാരയ്ക്കുമോർ ഭയഭക്തിയോടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ ഗുരുവായൂരല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. ആമേൻ. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതുമുള്ളതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹ നമ്മോടുകൂടെ. കർത്താവിന്റെ നാമം ആദിമുതൽ എന്നേക്കും വാഴ്ത്തപ്പെടാതിരിക്കട്ടെ. നാം ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം.
ലൂയാ നിൻ വലഭാഗേ രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ ഹല്ലേലൂയ ഹല്ലേലൂയ നിൻ ജനമം കായിക പിതൃഗ്രഹം ബാധിക്കുമോ ശുഭഹുലാബുലബ്രോവൽ റൂഹോ കാദീശോ മൂലം വാദാമേലോലം വീണീരാമി ഭക്തർ പുകഴ്ചാഭാഷണമേ നിലുദിച്ചോരേകസുരൻ തൃക്കരഞ്ഞങ്ങളിലരിവാത്തൻ പക്കലപേക്ഷിയന് ഏനം സൗമങ്കാലെ സ്തുതിയേലായിസു വാഴ്വായി തീരണമേ മറിയാമിന്നൂർമ അവൾ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട ബാധിക്കുമോ ശുഭഹുലാബുലബ്രോവൽ റൂഹോ കാദീശോ ദൈവാംബിക കന്യാ മറിയാമിന്യായി പരിമളധൂപസുര വായുവിലുയരുന്നു മുറിയോരായി നാലിരുവാകാരേ നിർത്തിയിടരുതേ മാതാവേ ഏകാത്മജനോടർത്ഥിക്കാൻ ഞങ്ങളിലാഗ്രഹത്തോ പരിശുദ്ധന്മാരെ നിങ്ങൾ അടികളെയും കോപത്തിൻ വടികളെയും പരമതിനുയരെ കർത്താവേ കണ്ണനു കിട്ടിയ നിന്റെ വരം ത്രിത്വത്തെ സ്തുതി ചെയ്തോരാ മൃഗരും കൈക്കൊണ്ടീടേണം നാം ശബ്ദമുയർത്തി പറയണം. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യനവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരപ്രദമായ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലെ പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, അദൃശ്യമായ നിന്റെ വലതുകൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി നിന്റെ വിലയേറിയ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്ന നിന്റെ ഈ ആരാധകരുടെ സംഘത്തെ ആശീർവദിക്കണമേ. മഹോന്നതനും വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ ഈ പരിശുദ്ധ വസ്തുക്കൾ വഹിക്കുന്നവരിലും കൊടുക്കുന്നവരിലും കൈക്കൊള്ളുന്നവരിലും ഉണ്ടായിരിക്കട്ടെ. ഇവയിൽ താല്പര്യപൂർവ്വം സംബന്ധിച്ചവരിലും സംബന്ധിക്കുന്നവരിലും പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. കൃപ ചെയ്യണമലിവാ കൃപ ചെയ്യണമു തരമരുളി കൃപ ചെയ്യണമി നിനക്കു സ്തുതി കൃപ ഞങ്ങളിലും ഉണ്ടാകട്ടെ.
യേശുമിശിഹായുടെ തിരുശരീര രക്തങ്ങളാകുന്ന പുണ്യമുണ്ടാക്കുന്ന തീക്കട്ട കടങ്ങൾ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. അവനെ മേശയിലപ്പം വീഞ്ഞ നീ കാണുന്നു. അവനെ മന്മയ ഭക്ഷിച്ചു മുഖം തെളിയും നീറ്റും. ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യപ്രദമായ നിന്റെ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ ആയിത്തീരരുതേ. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും രക്ഷയ്ക്കും നിത്യജീവനുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സ്തുതി പാടും ശരണം നീ മൃഗർത്തന്നുയർത്തും നീ തന്നെ. കർത്താവേ, അയോഗ്യരായ ഞങ്ങളെ നിന്റെ ഏകജാതന്റെ തിരുശരീരവും തിരുരക്തവുമാകുന്ന ഈ ദൈവീക ദാനത്തിന് യോഗ്യരാക്കിയതിനാൽ നിനക്ക് ഞങ്ങൾ നന്ദി പറയുകയും തിരുനാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാനേ, നിന്റെയും നിന്റെ പിതാവിന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുവിഷ്ടത്താൽ നീ ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുകയും നിന്റെ പരിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും നിന്റെ പാപപരിഹാരപ്രദമായ രക്തം ഞങ്ങൾക്ക് പാനീയമായി നൽകുകയും ചെയ്തു. നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. നിന്നോടുള്ള ഭക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്നിലുള്ള വിശ്വാസം ഞങ്ങളിൽ ഉറപ്പിക്കണമേ. സുഹൃത വ്യാപാരങ്ങളാൽ ഞങ്ങളെ അലങ്കരിക്കണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെയും ഞങ്ങളെ മരിച്ചുപോയവരുടെയും പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ജനകനായ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്തോത്രം ഞങ്ങളേവരുമങ്ങേ കേകിടുമെന്നും നിൻ താതനും റുക്കുദിശായ്ക്കും സ്തുതി പാടിയിടും. നിൻ തിരുഗാത്രം കൈക്കൊണ്ടോരാ ഞങ്ങളെ നാഥാ, ദുഷ്കൃതമകിലം നീക്കി സദയം പാലിക്കേണമേ.
സഹോദരങ്ങളും വാത്സല്യഭാചനങ്ങളുമേ, കർത്താവിൻ്റെ പാപപരിഹാരപ്രദമായ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടു കൂടി പോകുവിൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷിതരും പരിശുദ്ധ മാമോദീസയുടെ റൂഷ്മയാൽ മുദ്രിതരുമായവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, കുറ്റങ്ങൾ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ നിത്യം ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമായ ദാസനാവുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കൃപയും സഹായവും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടു കൂടി പോകുവിൻ. എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹവും കരുണയും രണ്ട് ലോകങ്ങളിലേക്കും ചെയ്യുമാറാകണമേ. ദൈവമായ കർത്താവേ, അഗ്നിയാലും ആത്മാവിനാലും സ്നാനം നൽകുവാൻ വിശുദ്ധ സ്ലിഹന്മാരെ നീ വിശ്വാസപൂർവ്വം ഭരമേൽപ്പിച്ചു. ഈ ആധ്യാത്മിക പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെയും യോഗ്യരാക്കണമേ. കർത്താവേ, ഇപ്പോൾ സ്നാനത്തിനും വീണ്ടും ജനനത്തിനുമായി വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഏഡൻ പീറ്ററിനെയും ഹേബ എലിസബത്തിനെയും ഞങ്ങളുടെ പാപികളായ ഞങ്ങളുടെ മധ്യസ്ഥയാൽ രക്ഷ ലഭിക്കുകയും ഇവർക്ക് അനുഗ്രഹങ്ങളും കരുണയും എന്നേക്കും പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. മോറൻ വാലോഹായ് ലവൽമേ. ഈശനു നൽകിൻ ഹല്ലേലൂയ. സ്തുതി ബഹുമാനം അങ്ങേക്ക്, ബഹുമതി തിരുനാമത്തിനു നൽകിൻ ഹല്ലേലൂയ. തിരുഭവനത്തിൽ നാഥനെ വന്ദിപ്പിൻ. നാഥൻ സസ്യം വാരിവിനീതേ ഹല്ലേലൂയ. മേഘധ്വനി മഹിതൻ ദൈവമുയർത്തി. പെരുവെള്ളത്തിൻ മീതെ നാഥൻ ഹല്ലേലൂയ. നാദമുയർന്നതി ഗംഭീരം ബാരിക്കുമോ. ശുഭോലാബുലബ്രുവൽ റൂഹോ കാദീശോ. മെൻമൂലം ഉന്നതങ്ങളിലുള്ള സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ദിവ്യോപദേശം സ്വീകരിക്കുന്ന നിന്റെ ഏഡൻ പീറ്ററിനെയും ഹേബ എലിസബത്തിനെയും അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിന്റെ വ്യർത്ഥത ഗ്രഹിക്കുവാനായി ഇവരുടെ മനോനയനങ്ങളെ നീ പ്രകാശിപ്പിക്കണമേ. മരണകരമായ സകല പ്രവൃത്തികളും വെടിഞ്ഞ് ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവ് എന്നെ മേയ്ക്കുന്നു, എനിക്ക് യാതൊന്നിനും കുറവുണ്ടാകുകയില്ല. അവൻ എന്നെ പുഷ്ടിയുള്ള മേച്ചിൽ സ്ഥലങ്ങളിൽ വസിപ്പിക്കുന്നു. ശുദ്ധൻ ശുദ്ധൻ പരിശുദ്ധൻ സ്നാനത്തിനാഗതനായ ദൈവം തന്നെ. ശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവൻ തന്റെ ആത്മാവിനെ തിരിച്ച് നീതിയുടെ പാതകളിൽ നടത്തുന്നു. ജനനം നൽകുന്നു. ശ്രോത്രിയമാർക്കു വിശുദ്ധി കൊടുക്കും. ജനമത് വാഴ്ത്തും സ്നാനാർത്ഥം വന്നു.
ബാർക്കുമോ മൂലം വാദാമേ മൂലം വീണിനമേ പാപം തീർന്നിച്ച ആദാമിൻ സുതരേ നീരാലാത്മാവ ദൈവിക ശക്തിയ നവമാക്കും താതനമേക സുദർശനം റൂഹായ്ക്കും സ്തോത്രം സ്തോമൻ കാലോ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. മാന്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. മഹനീയമായ ദൈവിക ജ്ഞാനത്താൽ മാമോദീസ എന്ന കുദാശ ഏർപ്പെടുത്തി തൻ്റെ ആത്മീയ അജഗണത്തെ ശുദ്ധീകരിച്ച അവർണ്ണനീയ സത്യപ്രകാശമായവന് മാമോദീസയുടെ ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. പാപത്തകർച്ചയിൽ നിന്ന് ഞങ്ങളെ കൂട്ടിച്ചേർക്കുകയും തൻ്റെ പരിശുദ്ധ കൽപ്പനകളുടെ ആചരണത്തിനായി ഞങ്ങളെ ക്ഷണിക്കുകയും ആധ്യാത്മികമായ ആലയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുകയും രക്ഷയുടെ ജലപ്രവാഹത്തിലേക്കും ജീവന്റെ ഉറവയിലേക്കും ആകർഷിച്ചുകൊണ്ട് നിങ്ങൾ കഴുകിക്കളയുവീനെന്ന് ജീവപ്രദമായ ശബ്ദത്താൽ പ്രസംഗിക്കുകയും ചെയ്ത ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ, സ്വസംരക്ഷണത്തിനായി ജീവന്റെ മുദ്ര പ്രാപിക്കുവാൻ അടുത്തു വന്നിരിക്കുന്ന ഈ ദാസരെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ ആലയിൽ ഈ ദാസരെ പ്രവേശിപ്പിച്ച് നിന്റെ അജഗണത്തിൽ എണ്ണണമേ. തിരുമുഖ ശോഭ ഇവരിൽ പ്രതിബിംബിപ്പിക്കണമേ. ഈ ദാസരെ നിന്റെ ജനകന് പുത്രനും പുത്രിയുമാക്കി തീർക്കണമേ. വീണ്ടും ജനനത്തിന് ഇവരെ യോഗ്യരാക്കണമേ. പഴയ മനുഷ്യനെ ഈ ദാസരിൽ നിന്ന് ഉരിഞ്ഞുകളഞ്ഞ് നാശമില്ലായ്മയുടെ വസ്ത്രം ധരിപ്പിക്കണമേ. ആശ്വാസകരവും ശാന്തവുമായ ജീവിതത്താൽ ശുഭമായ അന്ത്യത്തിനും ക്രൈസ്തവ പരിപൂർണതയ്ക്കും ഇവർ യോഗ്യരായി തീരുവാൻ ഇവരെ നല്ലവണ്ണം പരിപാലിച്ച് പൂർണ്ണപ്രായത്തിലെത്തിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ഒരുങ്ങി വന്നിരിക്കുന്ന ഈ ദാസർക്ക് വേണ്ടി ഈ ധൂപാർപ്പണം നിന്റെ ബഹുലമായ കരുണയുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. നിന്റെ ഈ ദാസരെ ജീവനിലേക്ക് മുദ്രകുത്തുകയും നിന്റെ ഭവനാകാശികരാക്കി തീർക്കുകയും ചെയ്യണമേ. നിന്റെ വിശുദ്ധ കൽപ്പനകൾ ആചരിക്കുന്നവരായി ഇവരെ മാറ്റണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. Hallelujah.
പൂമഞ്ഞതിലും വിൺമയണിഞ്ഞിടും ഹല്ലേലൂയ. ബാരക്മൂർ നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന കർത്താവേശം ശിഹായുടെ വിശുദ്ധേവൻ കിരണിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ് അതിനെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ ലൂക്കോസ് യോഹന്നാൻ സുവിശേഷങ്ങളിൽ നിന്ന് വന്നവനും നിർവ്വാഹകനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായ സ്തുതികളും നാം എല്ലാവരും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ ഇഹലോകവാസകാലത്തെ ഇപ്രകാരം സംഭവിച്ചു. അങ്ങയുടെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. പ്രതീക്ഷയോടെ ഇരുന്ന ജനമെല്ലാം ഇവൻ തന്നെയോ മിശിഹ എന്ന് യോഹന്നാനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. മിശിഹ യോഹന്നാൻ അവരോട് പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ കെട്ടഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. യേശു തമ്പുരാൻ പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. നാമെല്ലാവരും കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നർത്ഥമുള്ള കുറിയലായിസോ ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതൻ പരിശുദ്ധ സ്ലീഹന്മാരിലൂതിയ ദൈവീക ശ്വാസം ഈ ദാസർക്ക് നൽകണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് ഈ ദാസരെ നീ ഒരുക്കുന്നതിനോടൊപ്പം വിഗ്രഹാരാധനയുടെ സകല വിശേഷിപ്പും ഈ ദാസരിൽ നിന്ന് അകറ്റണമേ. വീണ്ടും ജനനമാകുന്ന സ്നാനത്തിനു വേണ്ടി ഏടൻ അർഹനാകുവാൻ ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹാ എന്ന നിന്റെ ഏകജാതൻ മുഖാന്തരം പാപമോചനത്തിന് ഈ ദാസനെ നീ യോഗ്യനാക്കണമേ. അവനോടുകൂടെ നിനക്കും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും യോഗ്യമാകുന്നു. വീണ്ടും ജനനമാകുന്ന സ്നാനത്തിന് ഹേവാർഹയാകുവാൻ ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹാ എന്ന നിന്റെ ഏകജാതൻ മുഖാന്തരം പാപമോചനത്തിന് ഈ ദാസിയെ യോഗ്യയാക്കണമേ. അവനോടുകൂടെ നിനക്കും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും യോഗ്യമാകുന്നു. ഏടൻ നിത്യജീവനായി മുദ്രകുത്തപ്പെടുന്നു. നിത്യജീവനായി മുദ്രകുത്തപ്പെടുന്നു.
ബശ്മോദാബോ ആമേൻ ദാബ്രോ ആമേൻ വദറുഹായോ കാദിശോരഹായ ദലോലം ഉൽമീ സർവാധിപതിയായ ദൈവമായ കർത്താവേ, സകല ദുഷ്ടാത്മാക്കളുടെയും ബഹിഷ്കരണത്തിനും പ്രതികൂലമായ സകല അദൃശ്യ വ്യാപാരങ്ങളുടെ നിഷ്കാസനത്തിനും വേണ്ടി ഞങ്ങളുടെ കർത്താവും ദൈവമായ നിന്റെ ഏകപുത്രനായ യേശുമിശിഹാ മുഖാന്തരം ഞങ്ങൾ നിന്നെ വിളിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ കർത്താവേ, നിന്റെ സൃഷ്ടിയുടെ മേൽ ഞങ്ങൾ കൈകൾ വിളിച്ചുകൊണ്ട് നിന്നോട് അപേക്ഷിക്കുന്നു. നിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഈ ദാസരിൽ നിന്ന് സകല പിശാചുകളുടെയും ദുഷ്ടരുടെയും അശുദ്ധന്മാരുടേതുമായ എല്ലാ ആത്മാക്കളും അകന്ന് ഒഴിഞ്ഞു മാറിപ്പോകുവാൻ വേണ്ടി സകലത്തിലും വിശുദ്ധമായ നിന്റെ നാമത്തിൽ ഈ ദാസരെ ഞാൻ മുദ്രകുത്തുന്നു. കർത്താവേ, നീ ഇവരെ നിരോധിക്കുകയും എതിരാളിയുടെ സർവ്വവിധമായ വ്യാപാരങ്ങളിൽ നിന്നും ഈ ദാസരെ നീ അകറ്റുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ തിരുനാമത്തിൽ മുദ്രയിട്ടുകൊണ്ട് നിന്റെ കൈപ്പണിയായ ഈ സൃഷ്ടിയിൽ നിന്ന് സകല അശുദ്ധ ദുഷ്ടാത്മാക്കളെയും ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു. വക്രബുദ്ധിയും അഹങ്കാരിയുമായവനെ നീ ശാസിക്കണമേ. വഞ്ചകാത്മാക്കളിൽ നിന്ന് നിന്റെ ദാസരെ നീ സ്വതന്ത്രയാക്കണമേ. അശുദ്ധാത്മാവെ, വരുവാനിരിക്കുന്നതിനായ വിധിയെ നീ ഭയപ്പെടുക. ദൈവ സൃഷ്ടിയെ നീ സമീപിക്കരുത്. എന്തെന്നാൽ ഇത് പിശാചുകളുടെ വാസസ്ഥലമല്ല, ദൈവത്തിൻ്റെ ആലയമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ നാമത്തിൽ നിന്നെ ശബ്ദത്തിന് കീഴെ അധീനപ്പെടുത്തുന്നു. അശുദ്ധാത്മാവെ, നീ ചേർത്ത് നിൽക്കരുത്. നിശേഷം വേഗത്തിൽ ഒഴിഞ്ഞു പോവുക. ആയ ഞാൻ സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും നിന്റെ സകല ദൂതന്മാരെയും നിന്റെ എല്ലാ വഞ്ചനയെയും നിന്നെക്കുറിച്ചുള്ള എല്ലാ ഭയത്തെയും ഉപേക്ഷിക്കുന്നു. മാമോദീസ മുങ്ങുന്ന ഏദൻ പീറ്റർ, ഹേബ എലിസബത്തായ ഞാൻ സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും നിന്റെ സകല ദൂതന്മാരെയും നിന്റെ സകല വഞ്ചനയെയും നിന്നെക്കുറിച്ചുള്ള എല്ലാ ഭയത്തെയും ഉപേക്ഷിക്കുന്നു. മാമോദീസ മുങ്ങുന്ന സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും നിന്റെ സകല ദൂതന്മാരെയും നിന്റെ സകല വഞ്ചനയെയും നിന്നെക്കുറിച്ചുള്ള എല്ലാ ഭയത്തെയും ഉപേക്ഷിക്കുന്നു. മിശിഹാ തമ്പുരാനെ, നിന്നിലും പരിശുദ്ധന്മാരായ പ്രവാചകന്മാർ, സ്ലീഹന്മാർ, പിതാക്കന്മാർ എന്നിവരിൽ കൂടെ ദൈവികമായി നീ ഭരമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും പൂർണ്ണമായി വിശ്വസിക്കുന്നു. മാമോദീസ മുങ്ങുന്ന മിശിഹാ തമ്പുരാനെ, നിന്നിലും പരിശുദ്ധന്മാരായ പ്രവാചകന്മാർ, സ്ലീഹന്മാർ, പിതാക്കന്മാർ എന്നിവരിൽ കൂടെ ദൈവികമായി നീ ഭരമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും പൂർണ്ണമായി വിശ്വസിക്കുന്നു. മാമോദീസ മുങ്ങുന്ന മിശിഹാ തമ്പുരാനെ, നിന്നിലും പരിശുദ്ധന്മാരായ പ്രവാചകന്മാർ, സ്ലീഹന്മാർ, പിതാക്കന്മാർ എന്നിവരിൽ കൂടെ ദൈവികമായി നീ ഭരമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇപ്പോൾ നമുക്കേവർക്കും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ സഭയിലുള്ള വിശ്വാസം ഏറ്റുചൊല്ലാം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ നിന്നും വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനിയുടെ അർത്ഥവുമായി വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ മനുഷ്യനായി ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ട
കഷ്ടമനുഭവിച്ച് രക്ഷപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന്റെ അവസാനമില്ലാത്തവനും ഏകകർത്താവുമായ യേശുമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിക്കുന്ന പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും പരിശുദ്ധിയുമുള്ള ഏകഗൃഹായിലും കാതോലികവും സ്നേഹികവും ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാമോചനത്തിലുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. വീണ്ടും ജനനത്താൽ പുത്രസ്വീകാര്യത്തിന് യോഗ്യയാകുവാൻ ആനന്ദ തൈലം കൊണ്ട് ഏഡൻ പീറ്റർ നിത്യജീവനിലേക്ക് മുദ്ര കുത്തപ്പെടുന്നു. അശ്വോദാബോ ഉദാബറോ വദറോഹായോ കാദീശോലഹായേ ദലോലം വൽമീ. വീണ്ടും ജനനത്താൽ പുത്രസ്വീകാര്യത്തിന് യോഗ്യയാകുവാൻ ആനന്ദ തൈലം കൊണ്ട് ഹേബാലിസ്വതത്ത് നിത്യജീവനിലേക്ക് മുദ്ര കുത്തപ്പെടുന്നു. ഭസ്മോദാബറോ ഉദാബറോ വദറോഹായോ കാദീശോലഹായേ ദലോലം വൽമീ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലും ഇത് നാശമില്ലായ്മയുടെ ആധ്യാത്മിക വസ്ത്രവും ഭാവബന്ധനങ്ങളിൽ നിന്നുള്ള മോചനവുമായി തീരുവാൻ കൃപ നൽകണമേ. ജാതികളെല്ലാമേ ഹല്ലേലൂയ സീതു സലിലം യോഹന്നാൻ സ്നാനം നേടാൻ നിന്നും തീരത്തേറുമ്പോൾ മാനിച്ചൊരുപോ അവനിയുമമ്പരവും അകലൂ പനിമതികൾ കൂപ്പി മുകിലുകൾ സ്തുതി പാടി അവനെ ശുദ്ധീകരണാർത്ഥം വെള്ളത്തെ വാഴ്ത്തി ഹല്ലേലൂയ ഓ ഹല്ലേലൂയ. മൂലം വാദാമേ മൂലം വീണീനാമേ ജീവൻ നൽകിയിടുന്നൊരു ഉറവ തുറക്കുന്നു. പ്രീതം കനിവാദിനെ പരിപാവനമാക്കുന്നു. പ്രിയസുധനിവനെ ഓതുകയായി താതൻ ശിരസ്സു നമിച്ചേ അതിനും ഈശോനു പ്രാപിൻ
സംരക്ഷിക്കുന്നവനും നിർമ്മലമാക്കുന്നവനും സകല നന്മകളും പ്രദാനം ചെയ്യുന്നവനുമാകുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, കൃപാകടാക്ഷമുണ്ടായി ഇതിനെ ശുദ്ധീകരിക്കണമേ. രക്ഷിക്കപ്പെട്ട സഭയും നശകണവും യോർദാൻ നദീ പ്രവാഹത്തിനരികെ നിന്നുകൊണ്ട് നിന്നോട് അപേക്ഷിക്കുന്നു. നീ മുഖേനയും നിന്നോടുകൂടെയും നിന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു. കർത്താവേ, ബലഹീനരും പാപികളുമായ നിന്റെ ദാസരായ ഞങ്ങൾ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ബാരിക്കുമോറിന്റെ വാസനമുള്ളവരെ ജീവനുള്ള പരിശുദ്ധമാന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി മാമോദീസായുടെ വെള്ളത്തിന്മേൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടെ പ്രാർത്ഥിക്കുകയും നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. അനിൻമോറിയോ 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 സുസസ്രാഹാമേല ക്രിയേലായിസോ ക്രിയേലായിസോ സർവാധിപതിയായ ദൈവമായ കർത്താവേ, ഇതിനെ ആശ്വാസത്തിന്റെ ചെലവും സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും നിന്റെ ഏകപുത്രന്റെ മരണത്തിന്റെയും ഉയർപ്പിനെയും ദൃഷ്ടാന്തീകരിക്കുന്ന ജലവും ശുദ്ധീകരണത്തിന്റെ ജലവുമാക്കി തീർക്കേണമേ. ഇതിനെ ആത്മശരീരങ്ങളുടെ മാലിന്യം നീക്കിക്കളയുന്നതും ബന്ധനങ്ങൾ അഴിക്കുന്നതും പിഴകൾ മോചിക്കുന്നതും ആത്മശരീരങ്ങളെ പ്രകാശിപ്പിക്കുന്നതുമായ വെള്ളമാക്കി തീർക്കേണമേ. ഇതിനെ വീണ്ടും ജനനത്തിനുള്ള സ്നാനവും പുത്രസ്വീകാര്യത്തിന്റെ നൽവരവും നാശമില്ലായ്മയുടെ വസ്ത്രവും പരിശുദ്ധാത്മാവിനുള്ള നവീകരണവുമാക്കി തീർക്കേണമേ. ദൈവമേ, വെള്ളം നിന്നെ കണ്ടു. കർത്താവേ, വെള്ളം നിന്നെ കണ്ട് ഭയപ്പെട്ടു. കർത്താവിന്റെ ശബ്ദം വെള്ളത്തിന്മീതെ മഹത്വമുള്ള ദൈവം ഇടിമുഴക്കി. കർത്താവ് പെരുവെള്ളത്തിന്മീതെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിമുതൽ ഇതിനാൽ പഴയ മനുഷ്യൻ നവീകരിക്കപ്പെടുവാൻ മാമോദീസായുടെ ഈ വെള്ളത്തിൽ നിത്യജീവനായി ഞങ്ങൾ വിശുദ്ധ മോറോനൊഴിക്കുന്നു. ശ്രേഷ്ഠരായി തീരണമേ. നീ ഭരമേൽപ്പിച്ച ദൈവിക നൽവരങ്ങൾ ഈ ദാസരിൽ സംരക്ഷിക്കുവാൻ ഇടയാക്കണമേ. ഞങ്ങളും ഇവരും നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. എല്ലാവർക്കും സമാധാനം.
ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ജനനത്താൽ നിത്യജീവൻ പ്രാപിക്കുവാനുള്ള ദൈവിക സ്നാനജലമായി തീരുവാൻ വേണ്ടി ഈ വെള്ളം ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. ജീവനുള്ള പരിശുദ്ധാത്മാ പിതാവിന്റെ നാമത്തിലും ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ പുത്രന്റെ നാമത്തിലും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിലും പാപമോചനത്തിന്റെയും പ്രത്യാശയിൽ ഏഡൻ പീറ്റർ നിത്യജീവനായി മാമോദീസ മുക്കപ്പെടുന്നു. ഒന്നായിരിക്കുന്ന പിതാവിന്റെ നാമത്തിലും ജീവൻ നൽകുന്ന പുത്രന്റെ നാമത്തിലും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിലും ജീവന്റെയും പാപമോചനത്തിന്റെയും പ്രത്യാശയിൽ ഹേബാ എലിസബത്ത് നിത്യജീവനായി മാമോദീസ മുക്കപ്പെടുന്നു. സ്നേഹമുള്ളവരെ, മാമോദീസയുടെ ശുശ്രൂഷകൾ ഇവിടെ പൂർണ്ണമാകുന്നു. പ്രിയപ്പെട്ട ഏഡൻ പീറ്ററും ഹേബ എലിസബത്തും നമ്മുടെ കർത്താവിൻ്റെ ഭൗതിക ശരീരമായ സഭയിൽ അംഗങ്ങളായി കർത്താവിനോട് ഈ സഭയിൽ നാം ഓരോരുത്തരെ പോലെ കർത്താവിനെ സ്തുതിക്കുവാൻ അവർ യോഗ്യരായി തീരുകയാണ്. നമുക്കറിയാം, നമ്മുടെ സഭയിൽ 7 കുദാശകളിൽ 3 കുദാശകളാണ് പ്രവേശക കുദാശകൾ. മാമോദീസ, മൂറോൻ അഭിഷേകം, വിശുദ്ധ കുർബാന. ഈ 3 കുദാശകളും ഇന്ന് ഈ പൈതങ്ങൾ 2 പേരും സ്വീകരിക്കുകയാണ്. മൂറോൻ അഭിഷേകത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇവർ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളിലും സ്ഥിരപ്പെടുവാനും അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും ഒരുക്കുവാനും വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, മാമോദീസ മുഖാന്തരം ലഭിച്ച വിശ്വാസത്താൽ നിന്റെ ഭക്തന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിരിക്കുന്ന ഈ ദാസർ നിന്റെ തിരുനാമത്തിൽ ഈ വിശുദ്ധ മുദ്രയും അടയാളവും സ്വീകരിക്കുവാൻ ഇടയാക്കണമേ. മുഴുവൻ പരിമളവാസനയാകുന്ന ഈ മൂറോനാൽ ഇവർ ആധ്യാത്മിക സുഗന്ധത്താൽ നിറയട്ടെ. പ്രതികൂല സൈന്യങ്ങൾക്ക് ഇവർ വിധേയരാകരുത്. ഇനിമേൽ ഇവർ ദുഷ്പ്രഭുക്കളായ പിശാചുക്കളുടെയും അന്ധകാര ശക്തികളെയും ഭയപ്പെടാതിരിക്കട്ടെ. നിന്റെ പ്രകാശത്തിൽ കൂടെ സഞ്ചരിക്കുന്നതിനും പ്രകാശത്തിന്റെ പുത്രന്മാരായി തീരുന്നതിനും നിന്നിൽ ജീവിച്ച് നിന്റെ പക്കൽ വന്നു ചേരുന്നതിനും ഇടയാക്കണമേ. മിശിഹായുടെ പരിമളവാസനയും സത്യവിശ്വാസത്തിന്റെ മുദ്രയും അടയാളവും പരിശുദ്ധാത്മ നൽവര പരിപൂർണതയുമായ വിശുദ്ധ മൂറോൻ കൊണ്ട് നിത്യജീവനിലേക്ക് ഏഡൻ പീറ്റർ മുദ്ര കുത്തപ്പെടുന്നു. മിശിഹായുടെ പരിമളവാസനയും സത്യവിശ്വാസത്തിന്റെ മുദ്രയും അടയാളവും പരിശുദ്ധാത്മ നൽവര പരിപൂർണതയുമായ വിശുദ്ധ മൂറോൻ കൊണ്ട് നിത്യജീവനിലേക്ക് ഹേബാ എലിസബത്ത് മുദ്ര കുത്തപ്പെടുന്നു. ും
ശലഹായേ ദലവോലം വൽമീ. കൃപയുടെ സ്നാനത്താൽ നിന്റെ ഹൃദയം ബലം പ്രാപിച്ച് പുഷ്ടിപ്പെടട്ടെ. ഒരു ജ്യോതിർഗോളം പോലെ നീ ലോകത്തിൽ വിളങ്ങട്ടെ. പരിശുദ്ധാത്മാവ് മുഖാന്തരം സ്വർഗീയ ശക്തി കൊണ്ട് നീ ബലം പ്രാപിക്കട്ടെ. വഞ്ചനാപരമായ മായാമോഹങ്ങളാൽ നാശം സംഭവിച്ച നമ്മുടെ പഴയ മനുഷ്യനെ നീ വെറുത്ത് അവനിൽ നിന്ന് പിന്തിരിയുക. അതുപോലെ അവിശ്വാസികളുമായി ഇടപെടുമ്പോൾ ജീവന്റെ വചനത്തെ നീ മുറുകെ പിടിക്കുക. വരുവാനിരിക്കുന്നതും വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതുമായ പുതിയ ജീവനിലേക്ക് ധൃതിയായി നീ പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് ധരിച്ചുകൊള്ളുക. മിശിഹായുടെ കൃപ ബാഹുല്യത്തിനനുസരണം അവനോടുകൂടെ വാഴുവാൻ നിന്നെ യോഗ്യരാക്കി തീർക്കട്ടെ. പാവന തൈലത്താ സ്നാനം പ്രാപിച്ചൊരു കുഞ്ഞാടിനെ പാവന തൈലത്താ മാമോദീസ ഏറ്റൊരു കുഞ്ഞാടി തെളിവായി പൂസും തൈലവും ഇതു തന്നെ. രൂഹാഗൂഢം നൽകി ദൈവികമായി ഇവരെ വാഴ്ത്തുന്നു. കർത്താവിനാൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇപ്പോഴും ഇവർ കിരീടധാരണ പ്രാർത്ഥനയാണ്. മഹത്വത്തിൻ്റെയും പ്രഭയുടെയും പ്രകാശത്തിൻ്റെയും ആയ കിരീടം, സ്വർഗീയ കിരീടം, ദൈവം മനുഷ്യനെ സൃഷ്ടിയുടെ മകുടമാക്കി കിരീടം ധരിപ്പിച്ച് ഏദനിൽ തൻ്റെ കൂടെ വസിപ്പിച്ച ദൈവം ആ മഹനീയമായ കിരീടം ഇവരുടെ ശിരസ്സുകളിലും അണിയിക്കുകയാണ്. ആ മഹത്വമേറിയ കിരീടം, അതിനനുസരിച്ച് ജീവിതം നയിക്കുവാൻ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നിന്റെ ദാസനെ മഹത്വത്താലും പ്രഭയാലും കിരീടം ധരിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, നിന്റെ ഈ ദാസന്റെ ജീവിതം നിന്റെ കർത്തൃത്വത്തിനും തിരുനാമ മഹത്വത്തിനും പ്രീതികരവും അനുയോജ്യവുമായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവമായ കർത്താവേ, നിന്റെ ദാസിയെ മഹത്വത്താലും പ്രഭയാലും കിരീടം ധരിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ, നിന്റെ ദാസിയുടെ ജീവിതം നിന്റെ കർത്തൃത്വത്തിനും തിരുനാമ മഹത്വത്തിനും പ്രീതികരവും അനുയോജ്യവുമായി തീരണമേ. മകുടം നിന്നെ അണിയിച്ചു സഹജ സ്തുതി ചെയ്തേ സകലേ സാത്മജനീ മസനം നിൻ വസനം മിന്നുന്നു നദി കാട്ടിൽ അംഗമായിരിക്കുകയാണ്. കർത്താവിൻ്റെ രാജകീയ പൗരോഹിത്യം എന്നതുകൊണ്ട് പുരോഹിതർ അവനെ ശുശ്രൂഷിക്കുന്നവരാണ്. അവൻ്റെ രാജ്യത്വത്തിൽ ഇവർ ഓരോരുത്തരും, നാം ഓരോരുത്തരും, മാമോദീസ സ്വീകരിച്ച ഓരോരുത്തരും അവൻ്റെ രാജകീയ പൗരോഹിത്യത്തിലും അവൻ്റെ രാജ്യത്തിൽ അംഗങ്ങളാണ്. ആ ഒരു വിശ്വാസം, ആ ഒരു സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ഈ കുഞ്ഞുങ്ങളെ ദൈവം നാം ഓരോരുത്തരും ഇവരെ
പഠിപ്പിക്കുകയും ഇവരെ പരിശീലിപ്പിക്കുകയും ചെയ്യുവാൻ സാധിക്കട്ടെ. നമുക്ക് സമാപന ആശീർവാദത്തിലേക്ക് കടക്കാം. പിതാവായ ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വന്ധ്യനായ പുത്രൻ നിങ്ങളെ സംരക്ഷിക്കട്ടെ. നിങ്ങൾ ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ പൂർണ്ണരാക്കുകയും ഉപദ്രവങ്ങളിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ സ്വീകരിച്ച മാമോദീസ എന്നേക്കും നിങ്ങളിൽ വസിക്കട്ടെ. എന്നേക്കും ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ പാപപരിഹാരപ്രദമായ മാമോദീസായിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ട പരിശുദ്ധ മോറോനുകൂടെ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടുകൂടെ പോവുക. മാമോദീസയുടെ ശുശ്രൂഷ, വിശുദ്ധ മോറോന വിഷയത്തിൻ്റെ ശുശ്രൂഷ സമാപിച്ചിരിക്കുകയാണ്. ഇതിൽ സംബന്ധിച്ച നിങ്ങളെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കുഞ്ഞുങ്ങളുടെ മാമോദീസായിൽ സംബന്ധിച്ച നാം ഓരോരുത്തരുടെയും വലിയ ഉത്തരവാദിത്വവും കടമയും ഈ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിലും സ്നേഹത്തിലും പരസ്പര ഐക്യത്തിലും വളർത്തിക്കൊണ്ടുവരുവാൻ നാം ഓരോരുത്തരും ഇവരെ പരിശീലിപ്പിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കൂട്ടായ്മയായിട്ട് സമൂഹമായിട്ട് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇവർ പുതിയൊരു തലമുറയാണ്. അവരെ മനസ്സിലാക്കുവാനും അവരെ ഉൾക്കൊള്ളുവാനും അവരെ നന്മയിൽ പരിശീലിപ്പിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം മാതൃകാപരമായി നാം ഓരോരുത്തരും ജീവിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വമാണ് നാം ഈ മാമോദീസയിലൂടെ സ്വീകരിച്ചിരിക്കുക. അതിൽ നിങ്ങളെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ, അതിനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ വന്ന് സംബന്ധിച്ച ഓരോരുത്തരും, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ബോസ്കോ അച്ഛൻ്റെ ചേട്ടൻ ലിബിനോടും പ്രിയപ്പെട്ട സിജിയോടും ഓർമ്മ വായിച്ച നമ്മുടെ അനുവിനോടും ഉള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട മൈക്കിൻ്റെ ക്രമീകരണങ്ങൾ രാജീവിനോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട ക്യാമറ മറ്റു കാര്യങ്ങൾ ക്രമീകരിച്ച നമ്മുടെ പ്രിയപ്പെട്ട മണിയും അവരുടെ സംഘാംഗങ്ങളും എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഇടവക ശുശ്രൂഷകർ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇതിനുശേഷം ക്രമീകരിച്ചിരിക്കുന്ന വിരുന്നിൽ സംബന്ധിച്ചേ പോകാമെന്ന് പ്രിൻസറും ബ്രിജിത്തിനും വേണ്ടി സ്നേഹത്തോടെ അറിയിക്കുന്നു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്ക്